എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ്. ഈ ഫോട്ടോഗ്രാഫി ലോകത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച വർഷം 1826 ഫോട്ടോഗ്രാഫി തുടങ്ങിയത്. അന്നു മുതൽ ആ ഫോട്ടോയുടെ അനന്ത സാധ്യതകൾ മുന്നോട്ട് വന്ന് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും ആയിട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ അത് വീഡിയോഗ്രാഫിയിലേക്കും മാറി അതിൻ്റെയും അനന്ത സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷം പുറകും മുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നീട് കളർ ഫോട്ടോഗ്രാഫിയിലേക്ക് മാറി. നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫി വലിയ വലിയ ചിലവുള്ള കാര്യമായിരുന്നു. ആ വലിയ വലിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം 1965 ശേഷം നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും ആ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. നമ്മളൊരു 10ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുതലാണ് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അന്ന് വേണം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള പാസ്പോർട്ട് ഫോട്ടോയാണ് അന്ന് നമ്മൾ എടുത്തുകൊണ്ട് 1970 കാലഘട്ടത്തിൽ 75 കാലഘട്ടത്തിലൊക്കെ മുതൽ നമ്മൾ ഫോട്ടോഗ്രാഫി എടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം കുറച്ച് നാളുകളെ ആയുള്ളൂ നമ്മൾ വീഡിയോഗ്രാഫിയിലേക്കും മാറിയതിന് ശേഷം. പക്ഷേ ഇപ്പോഴും നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഫോമുകൾ, നമ്മുടെ ബയോഡാറ്റകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ആ ഫോട്ടോ വന്ന് നമ്മുടെ ആധാറിലായി, നമ്മുടെ ഐഡൻറ്റി കാർഡിലായി, ഇതിലെല്ലാം നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് ആ പാസ്പോർട്ട് അതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീടായാൽ നമ്മൾ വീട്ടിൽ ഓരോ അംഗങ്ങളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്ട്രാ എടുത്തു വെക്കുന്ന നല്ലതാണ്. ഓരോ കാര്യത്തിനും പിന്നെ അന്നേരത്തേക്ക് ഓടിപ്പോയി എടുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന നല്ലതാണ്. കാരണം എപ്പോഴാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ സാഹചര്യത്തിൽ. അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ബയോഡേറ്റ ചോദിക്കുമ്പോഴത്തേക്ക് 2 സൈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അല്ല സിം എടുക്കാൻ പോലും ഫോട്ടോ, എല്ലാ കാര്യങ്ങൾക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ മസ്റ്റാണ്. അപ്പം നമ്മളെപ്പോഴും ഒരു 2-3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഫോട്ടോ ഇല്ലാത്തൊരു ജീവിതമില്ല. നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ എല്ലാ രീതികളിലും, എല്ലാ സ്ഥലങ്ങളിലും, ഓഫീസുകൾ എന്ന് വേണ്ട, നമ്മൾ എവിടെ ഇറങ്ങി തിരിച്ചാലും അവിടെ എല്ലാത്തിനും ഏറ്റവും മുൻപന്തിയിൽ വേണ്ട ഒരു ഘടകമാണ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി. ഇതെല്ലാം ഇനി ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുവിടാൻ മേലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1970, അതിന് മുമ്പ് തന്നെ 1950 കാലഘട്ടത്തിൽ ആദ്യത്തെ ഏറ്റവും പഴക്കം ചെന്നൊരു ഫോട്ടോ മുതലാണ് ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ വല്യപ്പച്ചൻ്റെ പട്ടാളത്തിനുണ്ടായിരുന്ന സമയത്ത് എടുത്തിരിക്കുന്നൊരു ഫോട്ടോ മുതൽ തുടങ്ങാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത്രയും പഴക്കമുള്ളൊരു ഫോട്ടോഗ്രാഫിയാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ആയിട്ടുള്ള ഫോട്ടോകളുടെ ഒരു പ്രദർശനമാണ് ഞാൻ ഈ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പഴയ ആൽബങ്ങൾ, കുറേയധികം ഫോട്ടോകൾ നമ്മുടെ ഈ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുകൊണ്ട് ഒത്തിരി ഫോട്ടോകൾ മിസ്റ്റേക്ക് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയതും പോകാത്തതുമായിട്ടുള്ള അത്രയും വർഷങ്ങൾക്ക് പുറകു മുതലുള്ള ഫോട്ടോകളുടെ ഒരു ശേഖരമാണ് നമ്മളിത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ വളരെ പഴക്കമുള്ള 1950 മുമ്പുള്ളൊരു വല്യപ്പച്ചൻ്റെ പട്ടാളത്തിൽ ഇരുന്നപ്പോഴത്തേക്കുള്ളൊരു ഫോട്ടോയാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം അതിൻ്റെ പുറകിൽ നമ്മൾ ആൽബത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോകളും കൂടെ ഒന്ന് കാണിക്കുവാണത്. കാരണം വെച്ചാൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് എന്തിനാണ് ഈ ഫോട്ടോ അല്ലേ, പഴയ കാലത്തൊക്കെ കല്യാണത്തിനൊക്കെ ഏറ്റവും നിർബന്ധമായിരുന്നു അന്ന് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അന്നത്തെ സ്റ്റിൽ ഫോട്ടോസ് നമുക്ക് ആൽബത്തിലൊട്ടിച്ച് നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കാണിക്കുക എന്ന് പറഞ്ഞാൽ അന്നൊരു ഫാഷനായിരുന്നു. അതിപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ ഒരു ആൽബം തീർക്കുന്നതിന് വലിയ ചിലവാണ്. അന്നും അന്നത്തെ രീതി അനുസരിച്ചുള്ള ചിലവുകൾ അന്നും ഉണ്ട്. അന്ന് മുതലേ ഒരു വീടുകളിൽ ഒരു ആൽബം വരുന്നതെന്ന് പറഞ്ഞൊരു കല്യാണത്തോടനുബന്ധിച്ചാണ് ഒരു ആൽബം അന്ന് വന്നുകൊണ്ടിരുന്നത്. ഒരു കല്യാണത്തിനാണ് ഒരു ആൽബം. എല്ലാവരെയും കൂടെ നിർത്തി നിർബന്ധമായിട്ടും അന്നും ഫോട്ടോഗ്രാഫി എടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിന് ശേഷം നമ്മളൊരു വീട് കയറി താമസത്തിനായി, ഒരു മരണത്തിനായി, അങ്ങനെയുള്ള അതുപോലെ തന്നെ എന്തെങ്കിലും സെലിബ്രേഷനായിട്ടൊക്കെ എല്ലാത്തിലും ഫോട്ടോഗ്രാഫി വിത്ത് വീഡിയോഗ്രാഫി വന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പഴയതായിട്ടുള്ള വല്യപ്പച്ചൻ്റെ ഫോട്ടോ മുതൽ നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പഴയ ഒരു ആൽബത്തിൻ്റെ ഒരു പ്രദർശനം ഇവിടെ ആരംഭിക്കണം. ആദ്യമായിട്ട് വല്യപ്പച്ചൻ്റെ ഫോട്ടോ ഒന്ന് കാണിക്കാം. ഓക്കെ, അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. അപ്പം ഇതാണ് വല്യപ്പച്ചൻ പട്ടാളത്തിലുണ്ടായിരുന്നപ്പോഴത്തേക്കുള്ള ഫോട്ടോയാണ് ഈ കാണുന്നത്. എത്രയോ വർഷങ്ങൾക്ക് പഴക്കം കൊണ്ട് എൻ്റെ ആ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം. ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ആ ഫോട്ടോയാണ് അന്നത്തെ തൊപ്പിയും കണ്ണാടയും ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള അന്ന് പട്ടാളത്തിൽ നിന്നിപ്പോൾ കിട്ടിയ റിവാർഡുകളൊക്കെയാണ് ഷർട്ടിൻ്റെ മുകളിൽ
തൂക്കി വെച്ചിരിക്കുന്ന മെഡലുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ ബെൽറ്റ്, അന്നത്തെ യൂണിഫോം എന്ന് പറഞ്ഞാൽ വടി പോലെ തേച്ച് മിനുക്കി വെച്ചിരുന്ന ഒരു യൂണിഫോമാണത്. അതുകൊണ്ടാണ് ആ യൂണിഫോമിൻ്റെയൊക്കെ എൻഡ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈ വരെ മുറിഞ്ഞു. ആ രീതിയിലുള്ള നല്ല ഡ്രസ്സാണ് കാണുന്നത്. നല്ല വടി പോലെ തേച്ച് മിനുക്കി. എൻ്റെ പാൻറ്റിൻ്റെയൊക്കെ ആ ഒരു മടക്ക് കണ്ടോ, അത്രയും സൂപ്പറായിട്ടുള്ള ഷൂ ഒക്കെ ഇട്ടുന്നിരിക്കുക. അതാണ് ആദ്യകാല ഫോട്ടോ നമ്മുടെ കൈവശം ഉള്ളത്. ഏകദേശം 30 വർഷം 40 വർഷം അടുത്ത് വരുന്നൊരു ആൽബമാണ് നമ്മൾ തുറക്കാനായിട്ട് പോകുന്നത്. 1980-85 കാലഘട്ടത്തിൽ സ്വന്തമായിട്ടുള്ള ക്യാമറയിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടുകാരോട് വാങ്ങിച്ചിട്ട് അതിൽ നിന്നെടുത്ത ഫോട്ടോയാണ്, കളമൻ സ്റ്റുഡിയോയിൽ നിന്നെടുത്ത ഫോട്ടോയുമാണ് ഈ കൂടെ കാണുന്നത്. ഈ കാണുന്ന എൻ്റെ ഒരു ഫോട്ടോയാണ് 1975 കാലഘട്ടത്തിൽ എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണെന്ന്. SSLCയുടെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ഇതാവശ്യമായിരുന്നു. അന്നെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. 1990-95 കാലഘട്ടത്തിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ക്യാമറ അന്ന് വാങ്ങിച്ചു. അതിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ഫോട്ടോയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1990 കല്യാണ ഫോട്ടോയാണ് ഈ കാണുന്നത്. എൻ്റെ കല്യാണ ഫോട്ടോയുടെ ഭാവമാണ് കാണുന്നത്. അത് ഈ രൂപത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 30 വർഷം കഴിഞ്ഞു. ആ കല്യാണ ദിവസം തന്നെ അന്ന് എടുത്തിരുന്ന ഫോട്ടോയാണ്, വീട്ടിൽ വെച്ച് എടുത്തിരുന്ന ഫോട്ടോയാണ്. അച്ഛനും അമ്മയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. വീടിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഒപ്പം തന്നെ കൂട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. അന്നത്തെ ഫോട്ടോകൾ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളാണ്. ഇത് നമുക്ക് സ്ഥലം എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ ഇവിടെ പോയിട്ടുള്ളവർക്കറിയാം ഈ സ്ഥലം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത്. ഇത് കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ്. ഇത് വേറെ ഒരാളുടെ ഫംഗ്ഷന് പോയപ്പെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇത് ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എടുത്തിരുന്ന ഒരു ഫോട്ടോയും കൂടെയാണത്. ഇത് ഗുരുനാഥൻ രവി സാറിനോടൊപ്പമുള്ള ഫോട്ടോയാണ്. ഇത് പൈനാവ് റോയിച്ചിനോടൊപ്പമുള്ള ഫോട്ടോയാണ് എടുത്തിരിക്കുന്നത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് വേറെ ഫോട്ടോഗ്രാഫർ വഴി കൂടെ വന്ന് ആ ഫോട്ടോഗ്രാഫർ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോയാണിത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇടുക്കി ഡാമിൻ്റെ ഒരു ഫോട്ടോ പുറത്തു വന്ന് എടുത്തതാണത്. ഇത് നമ്മൾ കുടുംബമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഫോട്ടോ എഡിറ്റിങ് നടത്തിയതാണ് ഈ കാണുന്നത്. എൻ്റെ സൈഡിലുള്ള എല്ലാം വെട്ടിക്കളഞ്ഞ് ഈ പരുവമായിപ്പോയി. 1980 കാലഘട്ടത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് എടുത്ത ഫോട്ടോഗ്രാഫാണ് ഇടത് സൈഡിൽ കാണുന്നത്. ഏറ്റവും പഴയത് 1985-90 കാലഘട്ടത്തിലൊക്കെ നമ്മൾ എടുത്തിരുന്ന വിവിധ കാലഘട്ടത്തിൽ എടുത്തിരുന്ന ഫോട്ടോയാണ്. അന്നത്തെ ഗ്ലാമറുകളൊക്കെ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ തന്നെയാണ് ഈ 3 ഫേസ് കട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് പഴക്കം കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ജോലി കിട്ടിയപ്പോൾ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു സുസുക്കി സമറായി ബൈക്കാണത്. ഏകദേശം 16 വർഷത്തോളം ഉപയോഗിച്ചു. അന്നത്തെ നമ്മുടെ അടിപൊളി ബൈക്കായിരുന്നത്. ഇത് കല്യാണം കഴിഞ്ഞ് കോട്ടയം ജില്ലയിൽ ഇരുമാപ്ര വാളകത്ത് പോയപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയാണത്. അന്നൊക്കെ ഫോട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. എന്നുവെച്ച് മങ്ങിപ്പോയതാണത്. ഇത് നമ്മുടെ പട്ടാള വല്യപ്പൻ്റെ കൂടെ ഇരുന്ന് എടുത്തിരിക്കുന്നതാണ്. എൻ്റെ 2 മക്കളാണ്, മൂത്ത 2 മക്കളാണ് വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കയ്യിൽ ഇരിക്കുന്നത്. അതിനുശേഷം വേറെ ആളെ കൊണ്ട് നമ്മൾ എടുപ്പിച്ചാണ് വല്യപ്പൻ്റെ കൂടെ നിൽക്കുന്ന മക്കളെല്ലാം കൂടെ. അത് മൂന്നാമത്തെ കൊച്ചന്നേരം ഉണ്ടായിട്ടില്ലായിരുന്നു. അതിന് മുമ്പായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. ഈ ഫോട്ടോ രാത്രിയിൽ ഫ്ലാഷ് ഇട്ടെടുത്താണെന്നുള്ളതിൻ്റെ പ്രത്യേകത. ഇത് വളരെ പഴക്കം ചെന്ന വല്യപ്പൻ്റെയും വല്യമ്മയുടെയും ഒരു ഫോട്ടോയാണത്. വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ള പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. അതിപ്പോഴും ഒരു കേടുകൂടാണ്ട് ആൽബത്തിയിരിക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രത്യേകത. അന്നത്തെ കാലത്ത് ഷോപ്പിൽ വെച്ച് എടുത്തൊരു ഫോട്ടോ കേട്ടോ. ചുമ്മാ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കിയാൽ അങ്ങനെയുള്ള. പിന്നെ അതുകൂടാണ്ട് പഴയ ഫോട്ടോകൾ വൈഫും എൻ്റെ ഫോട്ടോ തന്നെയാണ് ചുറ്റും ഇരിക്കുന്നത്. അതുകൂടാണ്ട് ഞങ്ങൾ മൂന്നാർ ഡ്യൂട്ടിക്കൊക്കെ പോയ സമയത്ത് തിരിച്ചും അവിടെ കാട്ടിൽ വന്നപ്പോൾ തേയിലക്കാട്ടിൽ വന്നപ്പോൾ എടുത്തതാണ്. നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം എടുത്തൊരു ഫോട്ടോയാണ് ഈ കാണുന്നത്. അന്ന് മൂന്നാറിൻ്റെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെച്ചാൽ ഇത് ഫോട്ടോ എഡിറ്റിങ് അല്ല, വെട്ടിയെടുത്ത് 2 കൂട്ടിച്ചേർത്തൊക്കെ വെച്ചിരിക്കുന്നത്. അന്ന് ഞാൻ SD ബൈക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നൊരു ബൈക്കാണ് SD ബൈക്ക്. അത് നമ്മളൊരു കൂട്ടുകാരൻ്റെ SD ബൈക്കായിരുന്നു. അതേ കയറി നമ്മൾ യാത്ര ചെയ്യുന്ന ഇടുക്കി കളക്ടറേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ് അത്.
അതുകൊണ്ടാണ് ഇത് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് എൻ്റെ പഴയ സമ്പ്രായി വണ്ടി ആയിരുന്നിട്ട് ഞാൻ മക്കളുമായിട്ടൊക്കെ എന്താ നമ്മുടെ ചെറുക്കൻ കൊച്ചിനെ കൊണ്ട് കുഞ്ഞ് പെരുകൊട്ട് അവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ടൊക്കെ എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. ഇത് വളരെ പക്ഷേ കോർഫീൽഡ് ആയിട്ട് നിന്നിട്ട് ഇടുക്കി എയർ ക്യാമ്പ് വെച്ച്, ഇത് ഇടുക്കി ഡാമിൻ്റെയാണ്, പഴയ കാലത്ത് ഡാമിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ നിന്നിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. അതിൽ ചേച്ചിമാർ അവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ കുന്നും മലകളും ഒക്കെ കാണിച്ചുകൊണ്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രോഗ്രാം വളരെ പഴക്കമുള്ള ക്യാമറയുടെ സമയത്ത് എടുത്തതാണ്. ഇത് നമ്മൾ കുളമാവ് ഡാമിൻ്റെ കാണാൻ കണ്ടത്. ഇത് കൂടാണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ എങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ റോയിച്ചൻ്റെ ഫോട്ടോയാണ് വീട്ടിൽ വന്നപ്പോൾ എടുത്ത്, അതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. ഇത് ഇടുക്കി ഡാമിൻ്റെ മുകളിൽ നോക്കുമ്പോൾ താഴെ കാണുന്നത്. ഇത് നമ്മളൊരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്ക് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആട്ടോ. ഇത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ നിർത്തിക്കൊണ്ട് നമ്മുടെ അടുത്താണെന്ന്. അന്ന് നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വെള്ളമൊക്കെ പറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാമിൻ്റെ ഒരു ഫോട്ടോ ആട്ടോ ഇത് കാണുന്നത്. അന്നത്തെ കാലത്തൊക്കെ എടുക്കാമായിരുന്നു. അങ്ങനെ വളരെ ദൂരെ നിന്നെടുത്താണ്. പിന്നെ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മുടെ SP ഓഫീസിലുണ്ടായിരുന്ന ഓഫീസറുടെ ഫോട്ടോയാണ് അന്നുണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകാർ സുഹൃത്തുക്കളുടെയൊക്കെ ഫോട്ടോ ആട്ടോ. എന്നിട്ട് അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്, അതിൻ്റെ കളർ ഫോട്ടോയും കൂടെ ഉണ്ട്. അവർ ബൈക്കൊക്കെ അന്ന് പുലിയായിരുന്നു. ഗ്ലാസ്സൊക്കെ ഇരുത്തി 2 പിള്ളേരെയൊക്കെ ഇരുത്തി ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയാണ് അന്നത്തെ കോഴിക്കോടൊക്കെ ആയിരിക്കുന്നത്. ഇത് ഡാമിൻ്റെ ഫോട്ടോയുടെ പഴയ പഴക്കം ഉള്ള ഫോട്ടോയാണ് നമ്മൾ കാണുക. പെയിൻറ്റൊക്കെ അടിക്കുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ ആട്ടോ കാണണം. ഇത് എൻ്റെ ഫാദറാണ്, എൻ്റെ മൂത്ത മോനെ എടുത്ത് പിടിച്ച് നിൽക്കുന്നതാണ്. ഇത് മേലുകാവ് വെച്ചെടുത്തിട്ടുള്ള, വീടിൻ്റെ അവിടെ വെച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണിത്. ഇത് രണ്ടാമത്തെ ജോജിയാണിത്, അവൻ്റെ ഫോട്ടോ. അതുകൂടാണ്ട് ഞാൻ അവിടെ പറമ്പിൽ വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമ്മാ എടുത്തൊരു ഫോട്ടോയാണിത്. അതുകൂടാണ്ട് നമ്മുടെ ഇടുക്കി ക്യാമ്പിൽ മെസ്സ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എടുത്തൊരു ഫോട്ടോയാണ്. ഡാമിൻ്റെ ഫോട്ടോകളൊക്കെയാണുള്ളത്. അത്രയും പഴക്കം കുറത്തിമലയാണ്, കുറവമലയാണ്. അപ്പോൾ അതുകൂടാണ്ടുള്ള നമ്മളൊപ്പം പഠിച്ചിരുന്ന കുട്ടികളുടെയൊക്കെ ഫോട്ടോയാണ്, നമ്മുടെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന പഠിച്ച ക്ലാസ്മേറ്റുകളുടെ ഫോട്ടോ. പിന്നെ അന്ന് ബൈക്കൊക്കെ എടുത്ത സമയത്ത് പിള്ളേരെ ഇരുത്തി ഫോട്ടോ. ഇത് വൈഫിൻ്റെ അനിയത്തിയുടെ ഫോട്ടോയാണ്, ജോളി എന്ന് പറയേ. ഇത് കരഞ്ഞ് വഴക്കുണ്ടാക്കി കരഞ്ഞുകൊണ്ട് ഏറ്റവും ഇളയവൻ എടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ കൂടുതലൊപ്പം പഠിച്ചൊരാട്ടോ. അതുകൂടാണ്ട് നമ്മുടെ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ബിഷപ്പും ആൾക്കാരും ഒക്കെയാണ്. അവിടെ CSI ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ വന്ന മീറ്റിങ്ങിന് എടുത്തിരിക്കുന്ന കേട്ടോ. അതിൻ്റെ CSI ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിൻ്റെ പണിയാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. പിന്നെ ഇതെൻ്റെ അമ്മയാട്ടോ, മൂത്ത മോനെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. വല്യപ്പൻ മൂത്ത കൊച്ചിനെ എടുത്ത് പിടിച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. വൈഫിൻ്റെ കൂട്ടുകാരിയായിരുന്നു. അവരൊക്കെ ഇത് നമ്മൾ കല്യാണത്തിന് ഞങ്ങൾ പള്ളിക്ക് ഇരുമാപ്പുറം പള്ളിക്ക് വെച്ചെടുത്തിരിക്കുന്നൊരു ഫോട്ടോ കേട്ടത്. ചില കൂട്ടുകാർ ആപ്പാട് കൂട്ടുകാർ ഇത്രയും പേരെ വന്നുള്ളൂ, ബാക്കിയുള്ളവർ പിന്നെ വന്നു. പിന്നെ ഒരു സ്റ്റുഡിയോ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോയുടെ ക്ലാരിറ്റി നോക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോ ആണിത്. മൂത്തയാർക്കെ നമ്മളൊന്ന് ബൈക്കിലെ കയറ്റി ഇരുത്തി വെച്ച് എടുത്തിരുന്ന ഫോട്ടോയാണ്. വളരെ വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഈ ഫോട്ടോകൾക്ക്, അതാണ് എടുത്ത് കാണിക്കുന്നത്. ഇത് കല്യാണം കഴിഞ്ഞ് വന്ന 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തനതായിട്ട് സെൽഫി ആയിട്ട് എടുത്തൊരു ഫോട്ടോ ആയിട്ടത്. കാരണം ആ ക്യാമറയ്ക്ക് ഇൽട്രോ യാഷിക 35 എന്ന് പറഞ്ഞൊരു ക്യാമറ ഞാൻ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ശമ്പളം കൊണ്ട് വാങ്ങിച്ചൊരു ക്യാമറയായിരുന്നത്. അത് പിന്നെ ഡിജിറ്റലായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോകളൊക്കെയാണ് നമ്മൾ ആൽബത്തിൽ ഒട്ടിച്ച്, അന്ന് കളയുന്നില്ല. അന്ന് എന്നോടൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന 3-4 സുഹൃത്തുക്കളുണ്ടോ, അവരോടൊപ്പം തന്നെ ഇടുക്കി വെച്ച് ചേർത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഓർമ്മയ്ക്കായിട്ട് അന്നെടുത്ത്. അന്ന് ഫോട്ടോഗ്രാഫി നമ്മുടെ വീക്ക്നെസ് ആയിരുന്നുകൊണ്ട് നമ്മളിതുപോലെ ഫംഗ്ഷനൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ ഇതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് വെക്കും. അന്നത്തെ ഒരു ഹോബിയാണ്. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോകളാണ് ഇത് കാണുന്നത്. പിന്നെ ബൈക്കും ഒരു ഹോബിയാട്ടോ. ബൈക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഇത് എങ്ങനെയാണെന്ന് അറിയാം, അത് നമ്മൾ കല്യാണത്തിന് പോകുന്ന ഒരു ഫോട്ടോയാണ് ആ കണ്ടത്. ഇത് മൂത്ത കൊച്ചുണ്ടായ രണ്ടാമത്തെ കൊച്ചിൻ്റെ ഫോട്ടോയാണ്. ഇത് നമ്മൾ മൂന്നാർ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇത് ഞാനും വൈഫും മൂത്തമോടെ നിൽക്കുന്ന ഒരു കൊടിയാണ് നിൽക്കുന്നത്, ഈ കുരുമുളക് കൊടി, അതിൻ്റെ ചുവട്ടി വെച്ച് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണത്. അത്രയും പഴക്കമുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു ഇത്. നമ്മൾ അന്ന് ഈ ഫോട്ടോ പുറത്ത് വെച്ച് വൈഫിനെ കൊണ്ട് എടുപ്പിച്ച ഒരു ഫോട്ടോയാണ്. വൈഫും മൂത്ത മോനും രണ്ടാമത്തെ മോനോട് കൂടി നിൽക്കുന്ന വളരെ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോയാണ്. നമ്മുടെ കൂട്ടുകാരനാണ്. ഇത് എൻ്റെ അനിയനും ഭാര്യയാണ് നിൽക്കുന്നത്, ടോമിയും ഡേസിയുമാണ് നിൽക്കുന്നത്. അവരുടെ നമ്മൾ ഈ ക്യാമറയൊക്കെയായിട്ട് എല്ലാ സ്ഥലത്തും പോകും, എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഹോബി. നമ്മളെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും നടത്തിയിരിക്കുന്നുള്ളൂ. നമ്മൾ റോയിച്ചൻ്റെ ഫോട്ടോയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റോയിച്ചൻ എൻ്റെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഉപ്പാപ്പനും മക്കളും അവരെല്ലാം കൂടെ കൂടിയാണ് നിൽക്കുന്നത്. അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തതാണത്. വൈഫിൻ്റെ നേരത്തെ പഴക്കമുള്ളൊരു ഫോട്ടോയാണത്. അതുകൂടാണ്ട് ഞാൻ എടുത്ത് വെച്ച് കൊച്ചിനെ മൂത്ത കൊച്ചിനെ എടുത്തിട്ടുണ്ട്. 2 പേരും കൂടെ അവിടെ നിൽക്കാൻ കൊടിയുടെ ചുട്ടി നിൽക്കുന്നൊരു ഫോട്ടോയാണെന്ന് 2 പേരും നിൽക്കുന്നതിൻ്റെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീക്ക്നെസ് ആയതുകൊണ്ട് എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അന്നത്തെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കഴുകിയിട്ട് കൊണ്ടുപോകണം, തൊടുപുഴയിൽ പോകണം, അവിടെ പോയി കഴുകാമെന്ന് പറയും കേട്ടോ. അവിടെ പോയി പ്രിൻ്റൊക്കെ എടുത്തു. ഇത് നമ്മുടെ ഇത് വെള്ളപ്പാറയിലുള്ള പണ്ട് ഉള്ളൊരു ഫോട്ടോ എടുത്തത്. നമ്മുടെ ഒരു ആൻറ്റിയാണത്. അതുകൂടാണ്ട് എൻ്റെ ചാച്ചൻ ഉപ്പാപ്പനൊക്കെയാണ്. ഉപ്പാപ്പനും ജോസൊക്കെയാണ് പുള്ളി. ഇതാണ് ഇത് പേരപ്പൻ്റെ മോളാണത്.
അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഫോട്ടോസാണ്. അത് നമ്മുടെ രക്ഷപ്പെട്ട അവർ തന്നെയാണ്, റീന എന്നൊക്കെ പറയും, അവരൊക്കെയാണത്. ഇത് വൈഫും 2 പിള്ളേരും കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാകുന്നതാണ്. നമ്മുടെ വെളുമണി പള്ളിയാട്ടത്, നല്ല ഭംഗിയുള്ളതുകൊണ്ട് നടത്തുകയാണ് വൈഫ്. ഇത് എൻ്റെ ആദ്യം കല്യാണം കഴിഞ്ഞ വരയ്ക്കുള്ള ഒരു ഫോട്ടോയാണ്. ഇത് നമ്മുടെ പെണ്ണമ്മ ആൻറ്റിയാണ്, എറണാകുളത്തുള്ള ഒരു ആൻറ്റിയാണ്. വളരെ 10-40 വർഷം മിച്ചം പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അത്. അതുകൂടാണ്ട് തന്നെ ഇത് ഫോട്ടോയൊക്കെ പോയി. ഇതൊക്കെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണത്. ആൽബം എല്ലാം പോയി. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളൊരു ഫോട്ടോ, പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് എടുത്തിരിക്കുന്നൊരു ഫോട്ടോയാട്ടത്. അതുകൂടാണ്ട് ഇതാണ് എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും പിന്നെ വല്യമ്മയും, കാരണം അമ്മായിമ്മയുടെ അമ്മയാണ് ഇരിക്കുന്നത്. അതൊക്കെ അന്ന് ആ വല്യപ്പച്ചനും ഭയങ്കര ഫോട്ടോയുടെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വല്യപ്പച്ചനും ഫോട്ടോയൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കും. അത് നമ്മുടെ അയൽക്കത്തുള്ള രാജേട്ടനും ചേച്ചിയും കൂടെ ഉള്ളൊരു ഫോട്ടോയാട്ടത്. നമുക്ക് തന്നതാണ് കാണാനായിട്ട്. അത് നമ്മൾ ആൽബത്തിൽ ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെയുള്ള ഫോട്ടോകൾ അത് അധികം പഴക്കമില്ല. അത് വല്യപ്പച്ചൻ്റെ പട്ടാളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം വല്യപ്പച്ചൻ സൂക്ഷിച്ച് വെച്ചിരുന്ന യൂണിഫോം എല്ലാം കൂടെ എടുത്ത് വെച്ച് ഇട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ്. പട്ടാളക്കാരനായിരുന്നുകൊണ്ട്. ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെടുത്ത സെൽഫി ആയിട്ട് എടുത്തിട്ട് ഫോട്ടോ ആട്ടത്. ആഷ്യ 35. ഇത് അപ്പുറത്തിരിക്കുന്ന രണ്ട് അമ്മായിപ്പന്മാരാണ്. അത് പെണ്ണിൻ്റെ അമ്മായിപ്പനും എൻ്റെ അമ്മായിപ്പനും ആയിട്ടുള്ളത്. ഇതാകുന്നത് ബൈക്കുമായിട്ടൊരു കുന്നിന് മുകളിൽ കേട്ടോ. ഇത് നമ്മളറിയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ഫോട്ടോ, പിള്ളേരുടെ ഫോട്ടോയാണ്. അതുപോലെ വളരെ പഴക്കമുള്ള ഫോട്ടോ ആണ്. ഇതും നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് കൂട്ടുകാരെടുത്ത ഫോട്ടോ. ഇതൊക്കെ മിച്ചമുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇല്ല. എല്ലാം ഇത്രയും പഴക്കം കൊണ്ടൊക്കെ പോയി. അപ്പോൾ ഇത് അങ്ങനെയാണ് ഈ ഫോട്ടോ. ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് വാളകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിട്ടാണ് കാണുന്നത്. ഇത് കല്യാണം കഴിഞ്ഞാൽ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യകാലത്ത് കണ്ടാൽ തിരിച്ചറിയ പോലും ഇല്ല. അതുപോലത്തെ ഒരു കോലമാണ് ഞങ്ങൾ 2 പേർക്കും അന്നുണ്ടായിരുന്നത്. അന്നത്തെ ഒരു ഇത് വെച്ച് നമ്മൾ ഗ്ലാമറൊക്കെയാണ്. നമ്മൾ പാപ്പനും മക്കളുമൊക്കെയാണ് അത് വന്നിരിക്കുന്നത്. നമ്മൾ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് എടുത്തുള്ള വൈഫിൻ്റെ ആദ്യകാല പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അവിടെയാണ് ഇത് നമ്മുടെ പാപ്പനും മക്കളുമൊക്കെയാണ്. അങ്ങനെ അവരുടെ കല്യാണത്തിന് അവരുടെ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ കേട്ടോ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ വീട്. ആദ്യത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ വൈഫിനെ നിർത്തി എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതും അവരുടെ കല്യാണത്തിന് എടുത്ത്. ഇതാണ് എൻ്റെ ചാച്ചൻ ഏറ്റവും മൂത്തമാനം ജോസി എടുത്ത് വെച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണെന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അന്നൊക്കെ ഈ ഫോട്ടോ എല്ലാത്തിനും നമ്മൾ ഫോട്ടോ എടുക്കുക. അതുപോലെ നമ്മുടെ സുഹൃത്ത് എടുത്ത് തന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മുടെ ക്യാമ്പിൽ തന്നെ. ഇതാണ് കപ്പ പറിക്കുന്ന കേട്ടോ. ഇപ്പോൾ വീടിനടുത്ത് നിന്ന് കപ്പയൊക്കെ ഇഷ്ടംപോലെ പറിക്കുന്നതാണ്. കസേരയിലിരിക്കുന്നതാണ് ചെയ്യാൻ. അതുകൂടാണ്ട് തന്നെ നമ്മുടെ അച്ചൻകുഞ്ഞച്ചനും അതുപോലെ തോമാച്ചേട്ടനും ഒക്കെയാണ് നമ്മുടെ ഒരു ചേട്ടന്മാരാണ്. അതൊക്കെ 2 പേരും വൈഫും കൊച്ചും കൂടെ നിൽക്കുന്ന ഈ ഫോട്ടോ. ഇത് നമ്മൾ കുളമാവ് ഡാമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് പണ്ടെടുത്ത ഫോട്ടോ കേട്ടോ. 10-30 വർഷങ്ങൾക്ക് മുമ്പ് എടുത്തേക്കുന്ന ഒരു ഫോട്ടോയാണത്. ഇതും നമ്മൾ ഈ ആളാക്കണ്ട് നമ്മൾ എടുപ്പിച്ചതാണത്. ഇതും അതുപോലെ തന്നെ നടന്ന സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൂടിക്കൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണെന്ന്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമായതുകൊണ്ട് അന്ന് എടുത്ത് വെച്ചിരുന്നതാണ്. ഇതെല്ലാം പോയി ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കേടായി പോയിരിക്കുന്നതാണ്. ഇതൊക്കെ ശരി കാണാൻ മേലെ കൊച്ച് കയ്യിൽ കളിപ്പാട്ടമൊക്കെ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജേട്ടൻ്റെ മോളും മരുമോനും കേട്ടോ. അവരും നമുക്ക് ഫോട്ടോ കാണും. ഇതെൻ്റെ അനിയനും എൻ്റെ മൂത്തമോനും കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോയാണത്. അപ്പോൾ ഓഫീസിൽ ഇരിക്കുന്നൊരു ഫോട്ടോയും കൂടെയാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത്. എല്ലാം എത്രമാത്രം ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇടുക്കിയിൽ ടണലിൻ്റെ ആ ഭാഗത്ത് ഡ്യൂട്ടിക്ക് നിന്നപ്പോഴത്തേക്ക് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ കേട്ടത്. അത്രയും വർഷം പഴക്കമുണ്ട്. അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു ടണലിൻ്റെ അവിടെയുള്ള ഡ്യൂട്ടിക്ക്. ആ ടണലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാനും വർഗീസ് സാറും കൂടെ നിൽക്കുന്നതാണ്. വർഗീസ് സാറ് നമ്മളെ വീട്ടിലൊക്കെ പിരിഞ്ഞു പോയിട്ടുള്ള ആളാണ്. അപ്പം അന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു മുഹമ്മദ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അതിനുള്ള ഫോട്ടോ എല്ലാം മാഞ്ഞു പോയി. അന്ന് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്നത്. അന്നത്തെ പടമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ വളരെ സൂപ്പറായിരുന്നു. അത്ര നല്ല കളറുള്ള ഫോട്ടോസായിരുന്നു. അത്രയും പഴക്കമുള്ളതുകൊണ്ട് വരുന്നത്. ഇത് വൈഫിൻ്റെ ആദ്യകാല ഫോട്ടോകളിൽ ഒന്നാണ് കേട്ടോ അത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ല ഫോട്ടോസാണ്